2022 ഡിസംബർ 18 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ ലയണൽ മെസ്സി ആ സ്വർണ്ണക്കപ്പിൽ ചുംബിച്ചപ്പോൾ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു കാത്തിരിപ്പിനാണ് വിരാമമായത്. എന്നാൽ അർജന്റീനയുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി രൂപപ്പെടുന്നുണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പ് ഫിക്സഡ് ആയിരുന്നു. മെസ്സിയെ ജയിപ്പിക്കാൻ ഫിഫ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു ഇത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ചോദിച്ച ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഫിഫയ്ക്ക് അർജന്റീനയോട് പ്രത്യേക താല്പര്യമുണ്ടോ? 2022 അർജന്റീനയ്ക്ക് ലഭിച്ച ആ പെനാൽറ്റികൾക്ക് പിന്നിൽ എന്തെങ്കിലും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നോ? എന്നാൽ ഈ വിവാദങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മറഡോണയുടെ കാലം മുതൽ മെസ്സിയുടെ കാലം വരെ ഫിഫയും അർജന്റീനയും തമ്മിൽ നടന്ന വമ്പൻ കോൺട്രവേഴ്സികളുടെ ആഴങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക, കാരണം അവസാനം നമ്മൾ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ തുറന്നു കാണിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും പുതിയതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിക്കുന്നതുമായ ആരോപണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. 2022 വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റികൾ. ആകെ കളിച്ച 7 മത്സരങ്ങളിൽ 5 എണ്ണത്തിലും അർജന്റീനയ്ക്ക് പെനാൽറ്റികൾ ലഭിച്ചു. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ടീമിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പെനാൽറ്റി കൗണ്ടാണിത്. പോർച്ചുഗൽ ക്വാർട്ടർ ഫൈനലിൽ നിന്ന് പുറത്തായതിനു ശേഷം ഡിഫൻഡർ പെപ്പെ പരസ്യമായി പറഞ്ഞു, അർജന്റീനയെ ചാമ്പ്യന്മാരാക്കാൻ വേണ്ടിയാണ് ഫിഫയെ റഫറിയെ വെച്ചിരിക്കുന്നത്. നെതർലൻഡ് മുൻ കോച്ച് ലൂയിസ് വാൻ ഗാൽ ഒരു പടി കൂടി കടന്നു പറഞ്ഞു, എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു. മെസ്സിക്ക് ലോകകപ്പ് കൊടുക്കണമായിരുന്നു. ക്രൊയേഷ്യക്കെതിരെയുള്ള സെമിഫൈനലിൽ പുലിൻ അൽവരസിന് ഗോൾ കീപ്പർ ഫോൾ ചെയ്തതിന് കൊടുത്ത പെനാൽറ്റിയും ഫൈനലിൽ ഡിമെരിയെ ഡംബല വീതിയതിന് കൊടുത്ത പെനാൽറ്റിയും ഇന്നും ഫുട്ബോൾ ലോകത്തെ 2 തട്ടിലാക്കി നിർത്തിയിരിക്കുന്ന തീരുമാനങ്ങളാണ്. സോഫ്റ്റ് പെനാൽറ്റികൾ നൽകി ഫിഫ അർജന്റീനയെ മത്സരങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന പ്രധാന വിമർശനം. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. ഫിഫ അർജന്റീനയെ സഹായിച്ചു എന്ന് പറയുന്നവർ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു സംഭവം 1986 ഹാൻഡ് ഓഫ് ഗോഡ് ഗോളാണ്. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഡിയോഗോ മറഡോണ കൈകൊണ്ട് തട്ടിയിട്ട ഗോൾ റഫറി അലി ബിൻ നാസർ കണ്ടില്ലെന്ന് അടിച്ചു. അന്ന് വാർ സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നത് ശരി തന്നെ, പക്ഷേ ഫിഫയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി അല്ലെങ്കിൽ സഹായമായി ഇത് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഇതിന്റെ മറുപുറം പലരും കാണാറില്ല. 1990 വേൾഡ് കപ്പ് ഫൈനലിൽ വെസ്റ്റ് ജർമ്മനിക്കെതിരെ അർജന്റീന തോൽക്കുന്നത് കളി തീരാൻ മിനിറ്റുകളുള്ളപ്പോൾ റഫറി കൊടുത്ത ഒരു വിവാദ പെനാൽറ്റിയിലൂടെയാണ്. അന്ന് മറഡോണ പരസ്യമായി ഫിഫ പ്രസിഡന്റ് ജാവോ ഹാംവാലഞ്ചിനെതിരെ രംഗത്ത് വന്നു. ഫിഫയ്ക്ക് അർജന്റീന ചാമ്പ്യന്മാരാകുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് മറഡോണ അന്ന് ആരോപിച്ചത്. മാത്രമല്ല 1994 വേൾഡ് കപ്പിൽ ഡ്രഗ് ടെസ്റ്റിൽ പോസിറ്റീവ് ആയതിനെ തുടർന്ന് മറഡോണയെ ഫിഫ ടൂർണമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് ഫിഫ തനിക്കെതിരെ ചെയ്ത ചതിയാണെന്ന് മറഡോണ മരണം വരെ വിശ്വസിച്ചിരുന്നു. അതായത് ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഫിഫയും അർജന്റീനയും തമ്മിൽ സൗഹൃദത്തെക്കാൾ കൂടുതൽ ശത്രുതയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പലരും ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന വാദത്തിലേക്ക് വരാം. അതാണ് ബിസിനസ് ആംഗിൾ, ദ മാർക്കറ്റിംഗ് ആംഗിൾ. ഫുട്ബോൾ ഇന്ന് വെറുമൊരു കളിയല്ല, കോടികളുടെ ബിസിനസ് ആണ്. ലയണൽ മെസ്സി എന്ന ബ്രാൻഡിൽ ലോകകപ്പ് ഉയർത്തിയാൽ ഫിഫയ്ക്കും അവരുടെ സ്പോൺസർമാർക്കും ഉണ്ടാകുന്ന മൈലേജ് ചെറുതല്ല. ഒഫീഷ്യൽ പാർട്ണറായ അഡിദാസിനും ഫിഫയ്ക്കും ചരിത്രത്തിലെ ഏറ്റവും വലിയ റീച്ചാണ് 2022 വേൾഡ് കപ്പിലൂടെ ലഭിച്ചത്. ഇൻസ്റ്റാഗ്രാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ലഭിച്ച ചിത്രമായി മെസ്സിയുടെ വേൾഡ് കപ്പ് ഫോട്ടോ മാറി. ലോകകപ്പിന് മുമ്പ് തന്നെ പല പ്രമുഖരും പറഞ്ഞിരുന്നു ഫുട്ബോളിന്റെ പൂർണ്ണതയ്ക്ക് മെസ്സി ഒരു വേൾഡ് കപ്പ് അറിയിക്കുന്നുവെന്ന്. ഈ ഒരു വൈകാരിക തരംഗം ഫിഫ മാർക്കറ്റ് ചെയ്തുവെന്നും അതിനായി റഫറിമാരെ സ്വാധീനിച്ചുമെന്നാണ് ഫിക്സിംഗ് വാദക്കാരുടെ പ്രധാന ആയുധം. ശരി, ഇതുവരെ നമ്മൾ ആരോപണങ്ങൾ കേട്ടു. ഇനി നമുക്ക് കാര്യങ്ങളെ ലോജിക്കലായി വിശകലനം ചെയ്യാം. ഫിഫ അർജന്റീനയെ സഹായിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നെങ്കിൽ ഫൈനൽ മത്സരം ആ രീതിയിൽ നടക്കുമായിരുന്നു. അർജന്റീനയെ ജയിപ്പിക്കാൻ ഫിഫ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഫ്രാൻസിന് ഒരൊറ്റ മത്സരത്തിൽ 2 പെനാൽറ്റികൾ റഫറി കൊടുക്കുമായിരുന്നു. കളി 80 മിനിറ്റ് വരെ അർജന്റീനയുടെ കയ്യിലായിരുന്നു. അവിടെ വെച്ചാണ് ഫ്രാൻസിന് പെനാൽറ്റികൾ ലഭിക്കുന്നത്. കൂടാതെ കളിയുടെ 123 മിനിറ്റിൽ ഫ്രാൻസിന്റെ കോലോമുവാനിലടിച്ച ആ ഷോട്ട് എമിലിയാനോ മാർട്ടിനസിന്റെ കാലിൽ തട്ടി പുറത്തേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ഫ്രാൻസ് അന്ന് കപ്പടിച്ചാനെ. ഒരു റഫറിക്കോ ഫിഫയ്ക്കോ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു ഗോൾ കീപ്പറുടെ റിഫ്ലക്സ്. ഇനി അർജന്റീനയുടെ പെനാൽറ്റികൾക്കുള്ള കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അർജന്റീനയ്ക്ക് കൂടുതൽ പെനാൽറ്റി ലഭിക്കാൻ കാരണം അവരുടെ ടാക്ടിക്സ് ആയിരുന്നു. മെസ്സിയും ഡിമെരിയും അൽവാരസും ബോക്സിനുള്ളിലേക്ക് നിരന്തരമായി പന്തുമായി ഇരച്ചു കയറുന്ന അഗ്രസീവ് ഡ്രിബ്ലിംഗ് ശൈലിയാണ് അവർ കളിച്ചത്. ബോക്സിനുള്ളിൽ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുമ്പോൾ ഫൗളുകൾ ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായും കൂടും. ആദ്യ മത്സരത്തിൽ തന്നെ സൗദി അറേബ്യയോട് തോറ്റാണ് അർജന്റീന തുടങ്ങിയത്. സ്ക്രിപ്റ്റ് ആയിരുന്നുവെങ്കിൽ ഫിഫ അങ്ങനെ ഒരു തോൽവി അനുവദിക്കുമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ സോഫ്റ്റ് പെനാൽറ്റികൾ റഫറിമാരുടെ ഹ്യൂമർ എറർ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പോളണ്ടിനെതിരെ മെസ്സി കൊടുത്ത പെനാൽറ്റി ഗോൾ കീപ്പർ ഷെസ്നി തടുത്തതും നമ്മൾ കണ്ടതാണ്. വിവാദങ്ങൾ ഫുട്ബോളിന്റെ ഭാഗമാണ്.
തോൽക്കുന്നവർ ജയിക്കുന്നവർക്ക് മേൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയതല്ല. ഫിഫ എന്ന സംഘടന അഴിമതിരഹിതമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. മുൻപ് പല ഫിഫ ഉദ്യോഗസ്ഥരും അഴിമതിക്ക് പിടിയിലായിട്ടുമുണ്ട്. എന്നാൽ കളിക്കളത്തിൽ ഒരു ടീം ചോരയും നീരുമൊഴുക്കി കഷ്ടപ്പെട്ട് നേടുന്ന വിജയത്തെ വെറും ഒരു ഫിക്സിംഗ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. അർജന്റീനയുടെ കഠിനാധ്വാനവും സ്കില്ലും തന്നെയാണ് അവരെ ചാമ്പ്യന്മാരാക്കിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫിഫ അർജന്റീനയെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ, അതോ അർജന്റീന അറിയിച്ച വിജയം തന്നെയാണോ ഖത്തറിലേത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം.